ഇനി നമുക്ക് രണ്ടാമത്തെ മോഡൽ ചോദ്യത്തിലേക്ക് കിടക്കാം. വളരെ പ്രധാനപ്പെട്ട ട്രെയിനിൽ നിന്നും മത്സര പരീക്ഷകൾക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖലയാണ് ഈ രണ്ടാമത്തെ മോഡൽ. ട്രെയിന് നീളം ഇല്ലാത്ത ഒരു വസ്തുവിനെ കടന്നു പോകുമ്പോൾ, അപ്പോൾ എന്താണ് നീളമുള്ള വസ്തുക്കൾ? നമ്മൾ നേരത്തെ പറഞ്ഞു, നീളമുള്ള വസ്തുക്കൾ എന്ന് പറയുന്നത് പിന്നെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു ട്രെയിന് നീളമുള്ളൊരു വസ്തുവാണ്. അതുപോലെ തന്നെ പ്ലാറ്റ്ഫോമിൻ്റെ നീളം, അതൊരു നീളമുള്ള വസ്തുവാണ്. അതുപോലെ തന്നെ ബ്രിഡ്ജ്, അതുപോലെ തന്നെ തുരങ്കം, ഇതിനൊക്കെ മറികടന്ന് പോകുന്നത് അത് നീളമുള്ള വസ്തുക്കളാണ്. പക്ഷെ നമ്മളിവിടെ പറയുന്നത് ട്രെയിന് നീളമില്ലാത്ത ഒരു വസ്തുവിനെ കടന്നു പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ, നീളമില്ലാത്തൊരു വസ്തു എന്നിവിടെ ഉദ്ദേശിക്കുന്നത് പിന്നെ ട്രെയിന് ഒരു പോസ്റ്റിനെ മറികടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു മരത്തിനെ മറികടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരാളെ മറികടന്നു പോകുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ട്രെയിന് നീളമില്ലാത്ത ഒരു വസ്തുവിനെ കടന്നു പോകാനെടുക്കുന്ന ദൂരം എന്ന് പറയുന്നത് ആ ട്രെയിനിൻ്റെ നീളത്തിന് തുല്യമായിരിക്കും. അപ്പോൾ ഒരു ട്രെയിന് ഈ പോസ്റ്റ് മറികടന്നു പോകാനെടുക്കുന്ന ദൂരം, അല്ലെങ്കിൽ സഞ്ചരിക്കാനെടുത്ത ദൂരം എന്ന് പറയുന്നത് ആ ട്രെയിനിൻ്റെ നീളം തന്നെയാണ് എന്നർത്ഥം. ഓക്കെ, നമുക്കൊരു ചോദ്യം നോക്കാം. ഒരു ചോദ്യം ഇതാണ്: A train covers 85 meter. A train covers 85 meter in passing a signal post. അപ്പോൾ ട്രെയിന് ഒരു സിഗ്നൽ പോസ്റ്റ് പാസ് ചെയ്യാൻ 85 മീറ്റർ ദൂരം സഞ്ചരിച്ചു. അപ്പോൾ ഒരു പോസ്റ്റ്, ഒരു ടെലിഫോൺ പോസ്റ്റ്, പിന്നെ ഒരു സിഗ്നൽ പോസ്റ്റ് അത് ഓവർടേക്ക് ചെയ്യാൻ, അത് കടന്നു പോകാൻ 85 മീറ്റർ ദൂരം സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ട്രെയിനിൻ്റെ നീളം തന്നെയാണ് 85 മീറ്റർ എന്ന. അതിന് ചോദ്യം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. എ ട്രെയിൻ കവേഴ്സ് 85 മീറ്റർ ഇൻ പാസിംഗ് എ സിഗ്നൽ പോസ്റ്റ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി ട്രെയിൻ? ഒരു സിഗ്നൽ പോസ്റ്റ്, ഒരു ട്രെയിന് 85 മീറ്റർ ദൂരം സഞ്ചരിച്ചപ്പോഴാണ് ഈ പോസ്റ്റ് മറികടന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ എത്ര ദൂരമാണോ സഞ്ചരിച്ചത് അതുതന്നെയാണ്, ഒരു പോസ്റ്റിനെ സഞ്ചരിക്കാൻ എത്ര ദൂരമാണോ സഞ്ചരിച്ചത് ആ ദൂരം തന്നെയാണ് ഇവിടെ ട്രെയിനിൻ്റെ നീളം. അതായത് 85 മീറ്റർ തന്നെയാണ് ഇവിടെ ട്രെയിനിൻ്റെ നീളം എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദി ടൈം ടേക്കൺ. നമുക്ക് സമയമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഫൈൻഡ് ദി ടൈം ടേക്കൺ ബൈ എ 180 മീറ്റർ ലോങ് ട്രെയിൻ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു 180 മീറ്റർ നീളമുള്ള ട്രെയിൻ. നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചു, ട്രെയിനിൻ്റെ നീളം എന്നത് നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന 180 മീറ്റർ എന്ന് പറയുന്നത് ദൂരം ആണ്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ചോദ്യം ബാക്കി. ഫൈൻഡ് ദി ടൈം ടേക്കൺ ബൈ എ 180 മീറ്റർ ലോങ് ട്രെയിൻ റണ്ണിങ് അറ്റ് 54 കിലോമീറ്റർ പെർ അവർ. റണ്ണിങ് അറ്റ് 54 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ ഇവിടെ ട്രെയിനിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ വേഗത തന്നിരിക്കുന്നു. ട്രെയിനിൻ്റെ സ്പീഡ് 54 കിലോമീറ്റർ പെർ അവർ, 54 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഡിസ്റ്റൻസ് മീറ്ററിലാണ്, എന്ന സ്പീഡ് കിലോമീറ്ററിലാണ്. ഈ കണക്ക് ചെയ്യാൻ സാധ്യമല്ല. ഒരു കണക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ യൂണിറ്റുകളെല്ലാം ഒരേ യൂണിറ്റ് ആയിരിക്കണം, നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഇത് മീറ്ററും ഇത് കിലോമീറ്റർ പെർ അവർ ആയതുകൊണ്ട് തന്നെ ഈ കിലോമീറ്റർ പെർ അവറിനെ നമ്മൾ ചോദ്യം മീറ്ററിലായതുകൊണ്ട് ഇതിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇനി ചോദ്യം കംപ്ലീറ്റ് ചെയ്യാം. ചോദ്യം ഇതായിരുന്നു: ഫൈൻഡ് ദി ടൈം ടേക്കൺ ബൈ എ 180 മീറ്റർ long train running at 54 kilometer per hour to cross a man standing on a platform. ഇത് കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് 2016 യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ഇത്. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം, ഇവിടെ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അത് 180 മീറ്റർ ആണ്. എന്നാൽ സ്പീഡ് തന്നിരിക്കുന്നത് കിലോമീറ്റർ പെർ അവർ ആണ്. അതുകൊണ്ട് തന്നെ 2 യൂണിറ്റ് ആയതുകൊണ്ട് അതിനെ ഒരു യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ കിലോമീറ്റർ പെർ അവറിന് നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റേണ്ടതുണ്ട്. നമ്മൾ യൂണിറ്റ് കൺവേർഷൻ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇവിടെ 54 നമുക്കറിയാം 18
18ൻ്റെ ഗുണിതമാണ്. 18ൻ്റെ ഗുണിതം ആയതുകൊണ്ട് തന്നെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 5 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ എത്ര 18 ആണ് 54? 3 18. 3നെ 5 കൊണ്ട് ഗുണിച്ചാൽ 3 15 മീറ്റർ പെർ സെക്കൻഡ് എന്ന ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് 180 മീറ്റർ കിട്ടി, സ്പീഡ് 15 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഇനി എന്താ കാണേണ്ടത്? ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി നോക്കൂ, സമവാക്യത്തിൽ നോക്കൂ, എന്താണ് സമയം കാണാനുള്ള ഇക്വേഷൻ? സമയം കാണാനുള്ള ഇക്വേഷൻ, ടൈം കാണാനുള്ള ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പോൾ ടൈം കാണാനുള്ള ഇക്വേഷൻ ആണ് ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 180 മീറ്റർ ബൈ സ്പീഡ് എന്ന് പറയുന്നത് 15 മീറ്റർ പെർ സെക്കൻഡ്. 15 മീറ്റർ ബൈ സെക്കൻഡ്. ആ ബൈ സെക്കൻഡ് ഉള്ളത് അത് മുകളിലാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മുകളിലുള്ള മീറ്ററും താഴെയുള്ള മീറ്ററും വെട്ടിക്കളയാം. നമുക്കറിയാം 180നെ 15 കൊണ്ട് ഡയറക്റ്റ് വെട്ടാൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഈ 15നെ നമുക്ക് 3 ഗുണിക്കണം 5 എന്നെഴുതാം. കാരണം 3ഉം 5ഉം ഗുണിച്ചാൽ 15 ആണ്. അതുകൊണ്ട് നമുക്ക് 15നെ 3 × 15 എഴുതാൻ പറ്റും. ഇനി ഇവിടെ 180 എന്നത് നമുക്കറിയാം 18 ഗുണിക്കണം 10 ആണ് 180. 18 ഗുണിക്കണം 10 ആണ് 180. അപ്പോൾ ഇവിടെ നോക്കൂ, 3ൻ്റെ ഗുണിതമാണ് 18. അതുകൊണ്ട് തന്നെ 3ഉം 18ഉം വെട്ടാം. 3നോട് എത്ര ഗുണിച്ചാൽ 18 കിട്ടും? 6 3 18. ആ 6 വലിയ സംഖ്യയുടെ സ്ഥാനത്ത് എഴുതണം. ഇവിടെ വലിയ സംഖ്യ 18 ആണ്. അതുകൊണ്ട് ഇവിടെ 6 എഴുതി. ഇനി ഇവിടെ 10 ഉണ്ട്, ഇവിടെ താഴെ 5 ഉണ്ട്. നമുക്കറിയാം 5ൻ്റെ ഗുണിതമാണ് 10. അതുകൊണ്ട് തന്നെ 5ഉം 10ഉം വെട്ടാം. 5നോട് എത്ര ഗുണിച്ചാൽ 10 കിട്ടും? 2 5 10. ആ 2 വലിയ സംഖ്യയുടെ സ്ഥാനത്ത്, ഇവിടെ വലിയ സംഖ്യ 10 ആണ്. അതുകൊണ്ട് ഇവിടെ 2 എഴുതി. അപ്പോൾ ആൻസർ 6 × 2 2 6 12. ആൻസർ 12. സമയത്തിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. ആൻസർ 12 സെക്കൻഡ് എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം ഇതാണ്. എ ട്രെയിൻ ട്രാവലിംഗ് വിത്ത് സ്പീഡ് ഓഫ് 72 km/h. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നു, സ്പീഡ് തന്നിരിക്കുന്നു 72 km/h. A train traveling with a speed of 72 km/h covers a fixed point in 10 seconds. സമയം തന്നിരിക്കുന്നു 10 seconds. 10 seconds. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി ട്രെയിൻ? ട്രെയിനിൻ്റെ ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചോദ്യം പറഞ്ഞിരിക്കുന്നത് 72 km/h വേഗതയിൽ ഓടുന്ന ട്രെയിന് ഒരു ഫിക്സഡ് പോയിന്റിനെ 10 സെക്കൻഡ് കൊണ്ട് മറികടന്നു പോകുന്നു. അങ്ങനെയാണെങ്കിൽ ആ ട്രെയിനിൻ്റെ നീളം എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആദ്യം നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ യൂണിറ്റുകളാണ്. ഇവിടെ സ്പീഡ് പറഞ്ഞിരിക്കുന്നത് 72 km/h. അവർ എന്ന് പറഞ്ഞാൽ മണിക്കൂറിലാണ് തന്നിരിക്കുന്നത്. എന്നാൽ അവിടെ സമയം തന്നിരിക്കുന്നത് 10 സെക്കൻഡ്. നമുക്കറിയാം ഇതും രണ്ട് യൂണിറ്റാണ്. ഒന്ന് അവറാണ്, മറ്റൊന്ന് സെക്കൻഡാണ്. ഈ കണക്ക് ചെയ്യാൻ സാധ്യമല്ല. ഈ കണക്ക് ചെയ്യണമെങ്കിൽ അതിനെ ഒരു യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്പീഡിനെ നമുക്ക് ഏതിലേക്ക് കൺവേർട്ട് ചെയ്യാം? ഇവിടെ മീറ്റർ പെർ സെക്കൻഡിലേക്ക്. ഇത് സമയം സെക്കൻഡ് ആയതുകൊണ്ട് ഇത് നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനെ 5 കൊണ്ട് അല്ലെങ്കിൽ 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇവിടെ 72 എന്നത് 18ൻ്റെ ഗുണിതമാണ്. എത്ര 18 ആണ് 72? 4 18 അല്ലേ? ആ 4നെ എന്തുകൊണ്ട് ഗുണിച്ച മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാം? 5 കൊണ്ട്. അപ്പം 4 × 5 20. ആൻസർ 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്ക് സ്പീഡ് തന്നിട്ടുണ്ട് 20 മീറ്റർ പെർ സെക്കൻഡ്, സമയം 10 സെക്കൻഡ് എന്ന് തോന്നുന്നു. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ദി ട്രെയിൻ. ട്രെയിനിൻ്റെ നീളം നമ്മൾ പഠിച്ചു. ട്രെയിനിൻ്റെ നീളം എന്നത് ചോദ്യത്തിൽ കിടക്കുന്നു. പക്ഷേ ട്രെയിനിൻ്റെ നീളം നമ്മൾ എന്തായിട്ടാണ് എടുക്കുന്നത്? ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരമായിട്ടാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. അപ്പോൾ നമുക്ക് കാണേണ്ടത് ട്രെയിനിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കേണ്ടത് ഡിസ്റ്റൻസ്, കാണേണ്ടത് ഡിസ്റ്റൻസ്. നോക്കൂ, എന്താണ് ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷന്? ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷനാണ് സ്പീഡ് ഇൻറ്റു ടൈം. ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷനാണ് സ്പീഡ് ഇൻറ്റു ടൈം. ഇവിടെ സ്പീഡ് എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു ടൈം എന്ന് പറയുന്നത് 10 സെക്കൻഡ്.
ഓക്കെ, അപ്പോൾ ഈ മുകളിലുള്ള സെക്കൻഡും താഴെയുള്ള സെക്കൻഡും നമുക്ക് വെട്ടിക്കളയാം. ആൻസർ 20 × 10 200, ഇവിടെ യൂണിറ്റ് മീറ്റർ. അപ്പോൾ ആൻസർ ട്രെയിനിൻ്റെ നീളം എന്ന് പറയുന്നത് 200 മീറ്റർ എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഇതാണ്, എ 300 മീറ്റർ ലോങ് ട്രെയിൻ. അപ്പോൾ ഇവിടെ എന്ത് തന്നു? 300 മീറ്റർ ലോങ് ട്രെയിൻ. അപ്പോൾ 300 മീറ്റർ നീളമുള്ള ട്രെയിൻ. അപ്പോൾ ട്രെയിനിൻ്റെ നീളം നമ്മൾ എന്തായിട്ടാണ് എടുക്കുന്നത്? ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് തന്നു ഡിസ്റ്റൻസ് 300 മീറ്റർ. ഓക്കെ, എ 300 മീറ്റർ ലോങ് ട്രെയിൻ പാസസ് എപ്പോൾ ഇൻ 12 സെക്കൻഡ്സ്. സമയം തന്നിരിക്കുന്നു 12 സെക്കൻഡ്, 12 സെക്കൻഡ്. വാട്ട് ഈസ് ഇറ്റ്സ് സ്പീഡ്? അപ്പോൾ പറഞ്ഞിരിക്കുന്ന ഇതാണ്, 300 മീറ്റർ നീളമുള്ള ഒരു ട്രെയിന് ഒരു വടി അല്ലെങ്കിൽ ഒരു കൊടിമരം കടന്നു പോകാൻ 12 സെക്കൻഡ് സമയം എടുക്കുന്നുവെങ്കിൽ ആ ട്രെയിനിൻ്റെ സ്പീഡ്, ആ ട്രെയിനിൻ്റെ വേഗത എന്താണ്? ഇതാണ് ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരം തന്നിരിക്കുന്നത് മീറ്ററിലാണ്, സമയം തന്നിരിക്കുന്നത് സെക്കൻഡിലാണ്. അപ്പോൾ നമുക്കറിയാം മീറ്റർ, നമ്മൾ സാധാരണ മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ മീറ്റർ വരുമ്പോൾ സമയം സെക്കൻഡ് തന്നെയാണ് വരേണ്ടത്. അതുകൊണ്ട് ഇവിടെ നമുക്കൊന്നും ചെയ്യേണ്ടതില്ല, ഡയറക്റ്റ് നമുക്ക് സമവാക്യത്തിലേക്ക് കിടക്കാം. ചോദിച്ചിരിക്കുന്നത് സ്പീഡ് അല്ലെങ്കിൽ വേഗത കാണാനാണ് ചോദ്യം. എന്താണ് വേഗത? സ്പീഡ് കാണാനുള്ള സമവാക്യമാണ് ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലെങ്കിൽ ദൂരം ബൈ സമയം. അപ്പോൾ സ്പീഡ് കാണാനുള്ള ഇക്വേഷനാണ് ഡിസ്റ്റൻസ് ബൈ ടൈം. ഇവിടെ ഡിസ്റ്റൻസ് എത്രയാണ്? ദൂരം 300 മീറ്റർ ബൈ സമയം എത്രയാണ്? 12 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ 12നെ ഡയറക്റ്റ് വെട്ടാൻ പ്രയാസമാണ്. അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇവിടെ 300 എന്ന് പറയുന്നത് 3 × 100 ആണ് 300. 3ൻ്റെ ഗുണിതമാണ് 12. അതുകൊണ്ട് ഈ 3ഉം ഈ 12ഉം നമുക്ക് വെട്ടാം. 3നോട് എത്ര ഗുണിച്ചാലാണ് 12 കിട്ടുന്നത്? 4 3 12. ആ 4 വലിയ സംഖ്യയുടെ സ്ഥാനത്ത് എഴുതണം. ഇവിടെ ഏതാണ് വലിയ സംഖ്യ? 12 അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് 4 എഴുതാം. അപ്പം മുകളിൽ എന്തുണ്ട്? 100 ഉണ്ട്. 100 എന്ന് പറയുന്നത് നമുക്കറിയാം, 100 എന്ന് പറയുന്നത് 4 ഗുണിക്കണം 25 ആണ് 100. 4ഉം 25 ഗുണിച്ചാലാണ് 100 കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മുകളിലുള്ള 4ഉം താഴെയുള്ള 4ഉം വെട്ടിക്കളഞ്ഞാൽ ആൻസർ ഇവിടെ 25 മീറ്റർ പെർ സെക്കൻഡ്. ആൻസർ 25 മീറ്റർ പെർ സെക്കൻഡ്. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ട്രെയിനിൻ്റെ സ്പീഡ് സാധാരണ നമ്മൾ കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് പറയേണ്ടത്. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമ്മൾ നേരത്തെ പഠിച്ചു, കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 18 കൊണ്ട് ഗുണിക്കണം, അല്ലെങ്കിൽ 18/5 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ തന്നിരിക്കുന്ന സംഖ്യ 5ൻ്റെ ഗുണിതമാണെങ്കിൽ നമുക്ക് 12 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇവിടെ 5ൻ്റെ ഗുണിതമാണ്. 5നോട് എത്ര ഗുണിച്ചാലാണ് 25 കിട്ടുന്നത്? 5 25 അല്ലേ? അതുകൊണ്ട് നമുക്ക് 5നെ എന്തുകൊണ്ട് ഗുണിച്ച കിലോമീറ്റർ പെർ അവർ ആവും? 18 കൊണ്ട്. അപ്പോൾ 5 18 നമുക്കറിയാം, 5 18 90 കിലോമീറ്റർ പെർ അവർ. ഓക്കെ, അപ്പോൾ ആൻസർ 25 മീറ്റർ പെർ സെക്കൻഡ്, അതല്ലെങ്കിൽ 90 കിലോമീറ്റർ പെർ അവർ. കൂടുതലായിട്ട് നമുക്ക് കണ്ടുവരുന്നത് 99% ആൻസർ കിലോമീറ്റർ പെർ അവറിലാണ് ട്രെയിനിൻ്റെ വേഗത കാണുന്നത്. അതുകൊണ്ട് നമുക്ക് ആൻസർ നമുക്ക് എങ്ങനെ പറയാം? 90 കിലോമീറ്റർ പെർ അവർ.